ലോകത്തിന്റെ പ്രകാശം സകലത്തിന്റെ ജീവനുമായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാലത്തോടുകൂടി സ്തുതി. സമാധാനത്തോടുകൂടെ നമ്മുടെ പരിശുദ്ധ സുവിശേഷം 23 മുതൽ 30 വരെ വചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ലി ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനഹൂമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്ഥലത്തും ചെയ്യുക എന്ന് പറയുന്നു. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിൽ നിന്നും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറക്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടെ വിട്ടുപോയി. ഇന്ന് കർത്താവിന്റെ വചനം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയെ അവര് മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാനായി പ്ലാൻ ചെയ്യുമ്പോൾ ഈശോ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടെ വിട്ടുപോയി എന്ന വചനം. അതായത് ചില സാഹചര്യങ്ങളെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളല്പം മാറി നിന്നാൽ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പല പ്രശ്നങ്ങളും വല്ലാതെ മോശമാകുന്നത്, പല സാഹചര്യങ്ങളും പ്രശ്നകലുഷിതമാകുന്നത് അനാവശ്യമായ ചില നമ്മുടെ ഇടപെടലുകളാണ്. നമ്മുടെ സംസാരത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാവും. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണമെന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ചില കാര്യങ്ങളെ വളരെ സാവധാനം അല്ലെങ്കിൽ വളരെ അവധാനപൂർവ്വം കൈകാര്യം ചെയ്താൽ പല പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഒരാൾ നമ്മളെ ചിന്തിക്കുന്നു, തിരിച്ച് അതേപോലെ തന്നെ ചിന്തിക്കുമ്പോൾ ആ പ്രശ്നം വല്ലാതെ വഷളാവുകയും പ്രശ്നം വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ പേഴ്സണലായിട്ട് വിളിച്ച് സമാധാനത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞാൽ ഒഴിവാകാവുന്ന പ്രശ്നങ്ങളാണ് ചിലപ്പോൾ നമ്മൾ
ചില പ്രതിസന്ധികളിൽ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കുക, അതല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വളരെ വിവേകപൂർവ്വം നമ്മൾ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ പല വലിയ പ്രതിസന്ധികളിലേക്ക് പോകില്ല. പക്ഷെ പലപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പക്വത കുറവുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ വൈകാരിക പക്വതയില്ലാത്തതുകൊണ്ടോ ഒക്കെ നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ എന്താണ് പറയുന്നതെന്ന് പോലും അറിയാതെ വല്ലാതെ നമ്മൾ ചിന്തിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. ആ സാഹചര്യം വശത്തായി മാറും. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായ പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ആ സാഹചര്യങ്ങളാണ് നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്ന കാര്യം. അപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന്, ചില അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന്, ചില മോശമായ സാഹചര്യങ്ങളിൽ അല്പം മാറി നിന്നാൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ചില പറയേണ്ട വാക്കുകൾ സൂക്ഷിച്ച് പറഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കടകടികളെ ലോകമുഴുവന്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായ ആശുപത്രികളിലും ഭവനങ്ങളിലൊക്കെ കഴിയുന്നവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, പ്രായമായ മാതാപിതാക്കൾ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന മക്കൾ, വിവിധ പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർ, വലിയ കടക്കിനായി പരിഗണിക്കുന്നവർ, വിവാഹ തടസ്സത്തിൽ ജോലി തടസ്സങ്ങളിൽ എല്ലാ പുരോഹിതരും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവ് പുത്രന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നതും ഞങ്ങളെ കാരുണ്യാതിരേതാലോചനാക്കി ഞങ്ങൾക്ക് നൽകിയ ദാനം സ്നേഹിക്കുന്നു. ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും.
നമ്മുടെ കർത്താവിന്റെ പിതാവാദിവ്യ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ എപ്പോഴും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ജനങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. അതുകൊണ്ട് നാം ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുഭവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും മഹോന്നതനായവരെ വിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരുമായ സ്വർഗ്ഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ പ്രവചന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായവരെ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരങ്ങളുടെ വിനാ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കൊടുക്കപ്പെട്ട രാത്രി ഈശോ ദുർഘടമായ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അവർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ വിളിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവേ, നദികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കാരാക്കുന്നു. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ കടകൾ ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ പുതിയ പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ മൃഗത്താൽ മകപ്പെടുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങളുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും
ഞങ്ങളുടെ സഭയിലായ മറ്റെല്ലാ വിശുദ്ധ പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടി കുർബാന ഞങ്ങളുടെ നാമത്തെ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പിതാവേ, അനാഥ രക്ഷകനായ ശിശുക്കളുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ലോകത്തിന് ജീവൻ നൽകുന്നതും ആകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കും, നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ ജീവൻ നൽകിയും സ്നേഹത്തോടെ കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും നേടുവാൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ പിതാവിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസം നാം എല്ലാവരും കൂടെ ഉണ്ടാകട്ടെ എപ്പോഴും സ്നേഹമോടെ സ്വീകരിക്കും. ശത്രുതയെല്ലാം മറന്നീടുവിൻ. കൈകൾ
നിഷ്കളങ്കമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാതെയാകണമേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനത്തോടുകൂടെ അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകദാ പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകദൈവം പരിശുദ്ധനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നേക്കും സ്തുതി. ആമേൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനായ ദൈവമായ ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യജീവനെ ഞങ്ങളുടെ ഭാഗത്ത് നൽകണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്ന ഞങ്ങൾ അങ്ങയിൽ സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന വിശ്വസിക്കുന്ന കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും ജീവനും കാരണമാകട്ടെ. അരുവിയും പ്രതിവിധിയായ സ്വീകരണം എന്റെ യേശു അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാൾ അങ്ങയിൽ നിന്ന് വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എന്റെ പ്രിയരേ, എപ്പോഴും എന്നെ അങ്ങേതായി സ്വീകരിക്കും. ആമേൻ. കൃതാവാദിയായ സ്നേഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യമേ, കടകളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് മഹനീയതയ്ക്ക് സ്തുതിയും ബഹുമാനവും നിലനിർത്തുകയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ദൈവം, ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. പിതാവേ, സന്നിധിയിൽ ഞങ്ങൾ അടങ്ങിയ പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകളെ കനികൊടുകൈ കൊണ്ടുവരണമേ. കർത്താവേ, ദാസർക്കായി തിരുസന്നിധിയിൽ അടച്ചിടും ബലിമുദ്രകൾ പാർക്കണമേ. ഹൃദയരുടെ പാപം മായ്ക്കണമേ.